ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവ് ബജിയാണ് കേട്ടോ. പാവ് ബജി നോർത്ത് ഇന്ത്യയിലെ ഒരു ഫേമസ് സാധനമാണ്. അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി വരുന്നത് ബീൻസ് കട്ട് ചെയ്തത് 1 കപ്പ്, ഗ്രീൻ പീസ്, പിന്നെ ടൊമാറ്റോ കട്ട് ചെയ്തത് 3-4 ടൊമാറ്റോ കട്ട് ചെയ്തത്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത്, ക്യാരറ്റ്, പിന്നെ പൊട്ടറ്റോ, സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ഒനിയൻ, ലെമന്, ഇച്ചിരി പച്ചമുളക് 3-4 നമ്മുടെ ടേസ്റ്റിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞത്. പിന്നെ അവരുടെ ഒരു പാവ് ബജി മസാലയുണ്ട്, അത് ഞാൻ മേടിച്ചതാണ്, അല്ലാതെ ഞാൻ പൊടിച്ചെടുത്തതല്ല. പാവ് ബജി മസാല പാക്കറ്റിൽ ഞാൻ വാങ്ങിയതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ബോയിൽ ചെയ്ത് എടുക്കണം. അതെല്ലാം എടുത്തിട്ട് ഞാൻ വരാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വെജിറ്റബിളെല്ലാം കൂടെ പ്രഷർ കുക്കറിലിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കണം. അതായത് നമുക്കതങ്ങ് ഉടഞ്ഞ് കിട്ടത്തക്കവണ്ണമുള്ള 2-3 വിസിൽ വരത്തക്കവണ്ണം വേവിച്ച് നമ്മൾ 3-4 വിസിൽ വരണം. നല്ലൊരു ഇതായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ എല്ലാ വെജിറ്റബിളും കൂടെ പ്രഷർ കുക്കറിനകത്താക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അത്യാവശ്യം ആ പാകത്തിനുള്ള ഉപ്പ്, ഞാൻ എല്ലാ കറിക്കും ഇങ്ങനെ ഉപ്പ് ഇത്രയെന്ന് പറയുന്നില്ല, അതൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് പാകത്തിന് ഇടുക. ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നല്ല ഭംഗിയായി നമ്മൾ വേവിച്ചെടുക്കണം. വെന്തുടയണം നല്ലവണ്ണം, എങ്കിലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇതാണ് നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടെ ഞാൻ ബോയിൽ ചെയ്ത് എടുത്ത് അതിനെ നല്ലോണം ഉടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെക്കുക. അതിനകത്തേക്ക് കുറച്ചെണ്ണ 2-3 സ്പൂൺ എണ്ണ ഒഴിക്കുക. പിന്നെ 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇടണം. എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2-3 സ്പൂണ്, അതായത് കുറച്ച് നല്ല ടേസ്റ്റ്, വെജിറ്റബിളല്ലേ, അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരാനായിട്ട് നമ്മൾ കുറച്ച് 1-2 സ്പൂണ് ഇടുക. അപ്പം ഇനി അതിലേക്ക് നമ്മൾ ഒന്ന് ചൂടായി കഴിയുന്ന ഉടനെ നമ്മളതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ സവാളയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പച്ചമുളക്, ഒരു എരിവിന് വേണ്ടി ശകലം പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. അത് രണ്ടും ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ നമ്മളിത്തിരി സവാളയ്ക്കകത്ത് ശകലം ഉപ്പിടുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആവും, അതുകൊണ്ട് ഒരു ശകലം. പക്ഷേ വെജിറ്റബിളിൽ ഇട്ടതാണ്, സൂക്ഷിച്ച് വേണം ഇടാൻ. ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഫ്രൈ ആവട്ടെ. ഫ്രൈ ആവുന്നിടം വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വരാം. അപ്പം നമ്മൾ തക്കാളിയും ഇതും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇത്രയും സാധനം ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആകുമ്പോൾ ഞാൻ നമ്മുടെ തക്കാളിയും സവാളയും ഈ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് ആ പാവ് ബജിയുടെ മസാല ഞാൻ പറഞ്ഞില്ലേ വാങ്ങിച്ചു എന്നുള്ളത്, അതിൻ്റെ ഒരു 2 സ്പൂണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടിയും, എന്താ വെച്ചാൽ നമുക്ക് ഒരു ടേസ്റ്റിന് ഇത്തിരി കൂടി ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ പാവ് ബജി മസാലയുടെ കൂടെ ഒരു ഗരം മസാലയിൽ ഒരു ശകലം ഗരം മസാല വേണം, ശകലം ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ശകലം ചില്ലി പൗഡർ, മുളക് പൊടി, ശകലം മുളക് പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു ഇത്തിരിക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ടാലും
നമുക്കൊരു മസാല കിട്ടും. അല്ലെങ്കിൽ മസാല മൊത്തമായിട്ട് വരികയല്ല, അത് അവരുടെ മസാലയ്ക്കൊരു കുത്തലായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു ടേസ്റ്റിനും ഇത്തിരി വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റും. ശകലം മുളക് പൊടി ഇടുക, പിന്നെ ഒരു ശകലം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കിയിട്ട് ആ വെജിറ്റബിളെല്ലാം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിളെല്ലാം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇടണം. ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. അധികം വെള്ളം പാടില്ല. എന്താ വെച്ചാൽ ഇത് പാവിന് ഒരു പാവെന്ന് പറയുന്ന ബ്രെഡാണ്, കച്ച ബ്രെഡാണ്. ആ ബ്രെഡിന് കഴിക്കാൻ പറ്റിയ സാധനമാണ്. മസാലയ്ക്കകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പച്ചക്കറിയെല്ലാം ഇട്ട് നല്ലവണ്ണം ഇളക്കി പിടിപ്പിച്ച് കഴിയുമ്പോൾ ഒന്ന് തിളയ്ക്കാനായിട്ട് അധികം കിടന്ന് വറ്റി അത് അടുക്കി പിടിക്കരുത്, ശ്രദ്ധിച്ചോണം. എന്താ വെച്ചാൽ ഇതിന് അധികം വെള്ളമില്ലാത്ത ഒരു കറിയാണ്. അതുകൊണ്ട് അധികം നമ്മൾ ഇട്ട് പുകയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ അത് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ഒഴിക്കണം. പിന്നെ വേണ്ടുന്നത് നെയ്യ്. അവർ പ്രിഫർ ചെയ്യുന്നത് ബട്ടറാണ്, പക്ഷെ ഞാനിവിടെ ഇഷ്ടപ്പെടുന്നത് നെയ്യാണ്. ഇത്തിരി നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബട്ടർ ഞാൻ എടുക്കുന്നില്ല, നെയ്യ് എടുക്കുന്നു. പിന്നെ നല്ലവണ്ണം മല്ലിയില ഇടുക. പിന്നെ അറിയാമല്ലോ, നോർത്ത് ഇന്ത്യൻ കറികൾക്കെല്ലാം മല്ലിയിലയാണല്ലോ മെയിനായിട്ടുള്ളത്. മല്ലിയില നല്ലവണ്ണം ഇട്ട് കൊടുക്കുക. ഇത് എല്ലാം ഇളക്കി. ഇനിയാണ് നമ്മളുടെ മെയിൻ താരമായ പാവ് വരുന്നത്. പാവെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ബ്രെഡാണ്. ബ്രെഡിൻ്റെ ബണ്ണ് പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിലുണ്ടാക്കിയതല്ല, ഞാൻ വാങ്ങിയതാണ്. കാരണം ഞാൻ അത്രയും അങ്ങോട്ട് പോയില്ല. ഇവിടെ വന്നപ്പോൾ ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ ഉള്ള ആവേശത്തിൽ അങ്ങ് പാവ് വെച്ച് കഴിക്കണം എന്ന് തോന്നി അങ്ങ് ഉണ്ടാക്കിയെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇനി അടുത്തത് ഇതാണ് നമ്മളെ തയ്യാറായ ബജ്ജി. ഇനി ഞാൻ അടുത്ത പാവ് എടുത്തുകൊണ്ട് വരാം. ഞാൻ ഈ പാവ് എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. ബണ്ണ് പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റായിരിക്കും ഇത്. അധികം ദിവസം വെച്ചേക്കാൻ കൊള്ളത്തില്ല, പെട്ടെന്ന് ചീത്തയാകും ഇത് കേട്ടോ. അത് കാരണം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വാങ്ങിക്കുക, എടുക്കുക. ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് പൊട്ടിക്കുക. അത് ദോശക്കലയിൽ ശകലം ബട്ടറാണ് അവർ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഞാൻ ഗീയുടെ ആളായതുകൊണ്ട് ഗീ ആണ് ഇട്ടത്. ഗീ ഇട്ടിട്ട് നമ്മൾ അതിനെ ഒന്ന് ഒരു വശം ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. ഒന്ന് ചൂടാക്കുക. അകവും പുറവും നല്ലവണ്ണം ഒന്ന് ചൂടാക്കി ഗീ പുരട്ടി നല്ലവണ്ണം ഒന്ന് ചൂടാക്കുക. അത് ബട്ടറാണെങ്കിൽ വലിയ സന്തോഷം. എനിക്ക് ബട്ടറിനോട് അത്ര താല്പര്യമില്ലാത്ത ആളാണ്. അത് കാരണമാണ് ഞാൻ ഈ ഗീയോടെ പിന്നാലെ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അതിൻ്റെ ആ ഒരു തണുപ്പും ആ ഒരു ടേസ്റ്റ് വ്യത്യാസവും 2-3 ദിവസം പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇരുന്നതല്ല, അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മൾ സാധാരണ ഒന്ന് ചൂടാക്കി എടുക്കുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിനകത്ത്. എന്നിട്ട് ആ വെജിറ്റബിളിൻ്റെ കൂടെ നമ്മളിത് കഴിക്കുക ആണ് പാവ് ബജ്ജി. ഇതൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ ഒരു റോഡിൽ പോയി നിൽക്കുന്ന ഉടനെയാണ് ഇതൊക്കെ കാണുന്നത്. കാണുമ്പോൾ വിചാരിക്കും മേടിച്ച് കഴിക്കാമെന്ന്. മേടിച്ച് കഴിച്ച് കഴിഞ്ഞാലത്തെ അവസ്ഥ ഭയങ്കരമാണ്. കാരണം വെള്ളത്തിന് ഷോർട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചങ്ങോട്ട് എല്ലാ ഫുഡും മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ എപ്പോഴാണ് വയറ്റിന് സുഖമില്ലാതെ വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പയ്യനെ കുടിയുള്ള സാധനമൊക്കെയാണ് ഉണ്ടാക്കി കഴിക്കുക. ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇതിൻ്റെ പുറകിലൊരു ലക്ഷ്യമുണ്ട് ഞാൻ ഇടുന്നതിൻ്റെ. കാരണം എൻ്റെ മോൾക്ക് വലുതായിട്ട് കുക്കിങ്ങൊന്നും അറിയത്തില്ല. അതുകൊണ്ട് മമ്മിയുടെ ചാനലിൽ കയറിയാൽ അറ്റ്ലീസ്റ്റ് അവൾക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു പേഴ്സണൽ വിഷനോട് ഇതിൻ്റെ പിന്നാലെയുണ്ട്. നമുക്കിത് ഓരോന്ന് ഇടേണ്ട അവനവൻ്റെ സൗകര്യം എടുത്ത് സെർവ് ചെയ്യാവുന്ന കഴിഞ്ഞു. ഇതിൻ്റെ പണി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ തയ്യാറായ പാവ് ബജി. അതിൻ്റെ മേളിൽ ഞാനൊരു ശകലം നെയ്യൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ,
സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കുന്നതാണ്. ഇനിയിപ്പോൾ പാവ് കിട്ടിയില്ല, ബ്രെഡിൻ്റെ കൂടെ ആയാലും ഇത് നല്ലതാണ്. അല്ല ഈ സബ്ജി ഉണ്ടാക്കിയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും നമുക്ക് കഴിക്കാം. പക്ഷേ എന്നാലും പാവിൻ്റെ കൂടാണ് ഇത് ഏറ്റവും നല്ലത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.